നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വലിയ വീഡിയോ ഒന്നും ഇടുന്നില്ല, ചെറിയ ചെറിയ ഷോർട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ യൂട്യൂബിന് ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഇപ്പോഴും റെഡി ആയിട്ടില്ല കേട്ടോ. കോപ്പിറൈറ്റും കുറേ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ സ്റ്റക്കായിട്ട് വെച്ചിരിക്കുന്നത്. കുറേ വീഡിയോസ് ഉണ്ട് അപ്ലോഡ് ചെയ്യാൻ, പിന്നെ സമയം കിട്ടുന്നില്ല. അങ്ങനെ കുറേ തിരക്കുകൾ കാരണം കൊണ്ടായിരുന്നു വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യായിരുന്നത്. അപ്പം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സാറയുടെ ഡെലിവറി വീഡിയോ ആണ് കേട്ടോ. സാറ ആരാണെന്നല്ലേ, സാറിനെ ഞാൻ കാണിച്ചില്ല. അപ്പോൾ കണ്ടു, ഇതാണ് നമ്മുടെ ഷാരാമോള്. അപ്പോൾ ഷാരാമോള് എപ്പിടിയാണ്. അപ്പോൾ ഷാരാമോക്ക് ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ട്. സാറാമ്മയുടെ ഒരു പ്രഗ്നൻസി വീഡിയോ, ഡെലിവറി വീഡിയോ ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്താണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഏകദേശം ഒരു ടൈമൊക്കെ എടുത്തിട്ടുണ്ട്. അവളിങ്ങനെ പരക്കെ പാഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ സാറാക്കുട്ടി. സാറാമോളാണേ. ഞങ്ങൾ കാത്തിരിക്കുകയാണ്, നിങ്ങളുടെ ഡെലിവറി നോക്കിയിരിക്കുകയാണല്ലേ ചാടോ. അല്ല ചാടുമോളെ, ഒരു ഹായ് പറയണേ. എല്ലാവരും ഹായ്. ഇനി ആഫ്റ്റർ ഡെലിവറി കാണാൻ ഞങ്ങൾ കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് കാണാം. നമ്മളെ കണ്ടില്ലേ, സാറാമോളെല്ലാം കൊണ്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ പ്രഗ്നൻസി ടൈമാണ്. ഏകദേശം ഈ ഒരു പപ്പീസിന് എന്ന് പറഞ്ഞാൽ ഡോഗ്സിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് 2 മാസമാണ്. 60 ദിവസമാണ് വരുന്നത് കേട്ടോ. 60 ദിവസം, 62 ദിവസം, ചിലത് 58 ദിവസത്തിലൊക്കെ പ്രസവിക്കാറുണ്ട്. അപ്പോൾ ഏകദേശം സാറയ്ക്ക് ഒരു ഈ 10-ാം തീയതി ആകുമ്പോഴത്തേക്ക്, ജൂലൈ 10-ാം തീയതി ആകുമ്പോഴത്തേക്ക് സാറയ്ക്ക് ഏകദേശം 60 ദിവസം ഫില്ലാവും. അപ്പം അതിന് മുന്നേ തന്നെ ഡെലിവറി ഉണ്ടാകും. ഇന്നിപ്പോൾ 4, 5, 7 അങ്ങോട്ടായിട്ടുള്ളൂ കേട്ടോ. 7 തോന്നുന്നു. അപ്പം അത്രേ ആയിട്ടുള്ളൂ. അപ്പം സാറ ഇന്നോ നാളെയൊക്കെ ആയിട്ട് പ്രസവിക്കുമെന്ന് തോന്നുന്നു. അപ്പം എന്താണെങ്കിലും നമുക്ക് ഇന്ന് ഡെലിവറി വീഡിയോ കാണാം. അതൊരു എന്താ പറയുക, കുറച്ച് ഇമോഷണൽ കാര്യങ്ങൾ നമ്മൾ കുറച്ച് കെയറിങ് കൊടുക്കേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു ടൈമാണല്ലോ. അപ്പം പറ്റുന്ന ക്ലിപ്സ് ഞാൻ എടുത്തിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണിക്കാം. അപ്പം എന്താണ്, ഈ സാറയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ല കട്ട വെയിറ്റിംഗ് ആണ്. അങ്ങനെ അത് 7-ാം തീയതി, ജൂലൈ 7-ാം തീയതി രാവിലെ ഇങ്ങനെ സാറ വീടിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാ റൂം വഴി ഇങ്ങനെ നടക്കുന്നുണ്ട്. അവൾക്ക് ടൈം ആയതുകൊണ്ടാണ് അവളിങ്ങനെ ഒരു സ്ഥലം ഇങ്ങനെ അന്വേഷിക്കുകയാണ്. എല്ലാ മൃഗങ്ങളും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ, പൂച്ചകളൊക്കെ ഇങ്ങനെ തപ്പുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളെ എല്ലാ റൂമിൽ നിന്ന് ഓടിച്ച് വിട്ട് അവസാനം അവളുടെ ഈ ഒരു കൂട്ടിലിട്ട്. അങ്ങനെ ഒരു ജൂലൈ 6-ാം തീയതി രാത്രി ഒരു 9:30 ആയപ്പോൾ സാറയുടെ ഒരു കരച്ചിൽ കേട്ട്. എൻ്റെ പൊന്നെ, ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പം നോക്കുമ്പോൾ ഉണ്ട് അതിൻ്റെ ഒരു കുഞ്ഞിങ്ങനെ വന്നിരിക്കുകയാണ്. എനിക്കും അങ്ങ് ഭയങ്കര സങ്കടം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനത്തെ ഇല്ലാത്തത് കൊണ്ട് അമ്മ പറഞ്ഞു കുഴപ്പമില്ലാതെ അങ്ങനെ വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയിരിക്കുകയാണ്. പക്ഷേ അത് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടും അത് അങ്ങനെ വന്നിരുന്നു. നമ്മൾ ചെറിയൊരു കൈസഹായം ചെയ്യണമായിരുന്നു, ഒരു ഹെൽപ്പ് ചെയ്യണമായിരുന്നു, അത് വലിച്ചെടുക്കണമായിരുന്നു. അത് എന്തോ നമ്മുടെ ഭാഗ്യദോഷം എന്നൊക്കെ പറയാം. ആ കുഞ്ഞ് ചത്തുപോയി എന്തോ. പിന്നെ അത് എനിക്കൊന്ന് അങ്ങനെ വന്നിരുന്നപ്പം പിന്നെ ജീവനില്ലാണ്ടങ്ങാണ്ട് ആയിപ്പോയെന്ന് തോന്നുന്നു. ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. നല്ല വലുപ്പമുള്ള, നല്ല ബ്ലാക്ക് കളറുള്ള നല്ലൊരു കുഞ്ഞായിരുന്നു അത്. ആദ്യത്തെ കുഞ്ഞ് തന്നെ പിന്നെ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷെ ആദ്യം തുടക്കത്തിൽ തന്നെ നല്ല അനക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വന്നിരുന്നതിൻ്റെ ആണോ എന്താണ് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. ആ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് കാര്യം പറയാൻ, ഞാൻ നല്ലപോലെ വീഡിയോ ഒക്കെ എടുത്ത് എന്നാ പറയാം, നല്ലപോലെ കെയർ ചെയ്തൊക്കെ നോക്കിയതാണ്. പക്ഷേ എന്തോ പറ്റി, നല്ല പ്രയാസമായിരുന്നു. നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ആദ്യത്തെ ഡെലിവറി എന്ന് പറഞ്ഞാൽ. ആദ്യത്തെ കുഞ്ഞ് വന്നപ്പോൾ ഉള്ള അന്നമ്മക്കും ഭയങ്കര സങ്കടം. അന്നമ്മൾ പറഞ്ഞു മമ്മി എടുക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് സംഭവം നമ്മൾ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്താലേ പോരുള്ളൂ എന്നുള്ള. കൊച്ചിങ്ങനെ പറയുന്നുണ്ട്. ഒന്നായതേ ഉള്ളൂ. ഇനി എത്ര അമ്മ എടുക്കണോ?
ആദ്യത്തെ വരാൻ കുറച്ച് പാടായിരുന്നെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ എടുക്കാനത് ഞങ്ങളുടെ കയ്യിൽ മിസ്റ്റേക്ക് തന്നെയായിരുന്നു. അത് ഭയങ്കര വിഷമം, ഈ കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം തോന്നുന്നു. അതിന് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അതിന് ജീവൻ ഉണ്ടായിരുന്നു, അത് പോയപ്പോൾ ഭയങ്കര സങ്കടം. അപ്പം ഈ മൃഗങ്ങളെല്ലാം ഇങ്ങനെയാണ്, ഡെലിവറി കഴിയുമ്പോൾ അവർ തന്നെ അതിൻ്റെ ആ ഒരു പാടയും കാര്യങ്ങളെല്ലാം പൊട്ടിച്ച് പുക്കിൾക്കൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ അവൾ കടിച്ച് പറിച്ച് തന്നെ തിന്നുകയാണ് ചെയ്യുന്നത്. ഞാൻ വേറെ വീഡിയോസൊക്കെ നമ്മൾ റെഫർ ചെയ്തപ്പോൾ അതിനകത്തെല്ലാം അങ്ങനെ തന്നെയാണ്. ഇവരിങ്ങനെയാണ് മൃഗങ്ങൾ, അവർ സ്വയം തന്നെ അവർ വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാറയ്ക്ക് ആദ്യത്തെ ഭയങ്കര പാടായിരുന്നു. അപ്പം നല്ല 2 കുഞ്ഞു തക്കട് കുട്ടന്മാരെ കിട്ടി. അപ്പം അടുത്തത് നമ്മുടെ ഫൈനലായിട്ട് നമ്മൾ കുറച്ച് എന്താ പറയുക വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർ കുറേ ഡൗട്ട്സ് ചോദിക്കുന്നു, അതിന് ആൻസർ പറയുന്നു. എന്താണ് ഏകദേശം ഒരു 9:30 ഈ സംഭവം തുടങ്ങി. അങ്ങനെയാണ്. അങ്ങനെ തിന്നത്തില്ല അമ്മേ, പട്ടിക്കുഞ്ഞിനെ തിന്നില്ലല്ലോ, അതന്നെ പറയുന്നത്. എന്റെ കാല് കടിക്കുവാണോ? കാലൊക്കെ കടിച്ച് തോർത്തു. അമ്മ അത് കടിച്ച് തിന്നുവാണോ? കടിക്കുവാ സാറാ എന്നെ കാണിക്കുന്നേ, എന്നെ കടിച്ച് തിന്നുവാണോ? എന്നെ കടിച്ച് തിന്നുവാണോ? ഇല്ല എന്നെ നോക്കിയാ അത് പൊട്ടിക്കാൻ പൂക്കളോ അമ്മേ, അതെന്നെ അമ്മ മുറിക്കണോ? അമ്മേ മുറിക്കുന്നതാന്നേ. ഇപ്പോൾ കാണിച്ച കുഞ്ഞുണ്ടല്ലോ, അതാണ് കണ്ടോ, അത് ചത്ത് കിടക്കുകയാണ്. അത് അപ്പത്തൊട്ട് അങ്ങനെ തന്നെ കിടക്കും, ഒരു എണ്ണക്കവും ഇല്ലാണ്ട്. പക്ഷേ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു പുള്ളിയെ വിളിച്ച് ചോദിച്ചപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഇത് സെൽഫായിട്ട് തന്നെ നമ്മളത് ചെയ്യണം, അതിന് ചെറിയ ചൂട് കൊടുക്കണം, വായിലിങ്ങനെ ഊതി കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ അത് ചത്ത് കാണും, തണുത്ത് കാണും. അപ്പോഴത്തേക്ക് അത് തണുത്ത് മരച്ചു പോയിട്ട് എനിക്ക് അതിൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ സങ്കടമാണ്. പെട്ടെന്ന് തന്നെ 3ാമത്തെ കുഞ്ഞും വന്നിരിക്കുകയാണ്. ഒരെണ്ണം നമ്മുടെ ചത്തുപോയി, ബാക്കിയുള്ളതും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുഞ്ഞുങ്ങളെ കാണുമ്പോഴും ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാൻ തന്നെ അതിനെ വലിച്ചെടുത്ത് ഞാൻ തന്നെ അതിൻ്റെ പാടയൊക്കെ പൊട്ടിച്ച് നല്ലപോലെ ക്ലിയർ ചെയ്ത് തുടച്ച് മൂക്കിലെയും വായിലെയും ആ ഒരു ലിക്വിഡ് പോലത്തെ സംഭവങ്ങളെല്ലാം തൂത്ത് കളഞ്ഞിട്ട് അതുങ്ങൾ കരയുന്നത് വരെ നമുക്കൊരു നമുക്ക് സമാധാനമില്ല. അപ്പോൾ കരഞ്ഞ് ചിലപ്പോൾ ഇങ്ങനെ ശ്വാസമൊക്കെ വലിക്കുന്ന കാണുമ്പോഴാണ് ഒരു സന്തോഷമൊക്കെ വരുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു പുതിയൊരു അനുഭവമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇനി എത്ര ഡെലിവറി ഉണ്ടെങ്കിലും ഞാൻ എടുക്കും എന്നുള്ളതാണ്. അതുപോലെ ധൈര്യമായി. ഒത്തിരി മണികളെ അമ്മ ചാടുമ്പോൾ ആണോട്ട് എൻ്റെ അമ്മ അപ്പടി പച്ച മത്ത് പോയോടി എൻ്റെ മോള് നീ ഉണ്ടോ വയറ്റിൽ? അങ്ങനെ അത് ഒരു 12:30 മണിയോട് കൂടി സാറയുടെ ഡെലിവറി എല്ലാം ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. 6 കുഞ്ഞുങ്ങളെ കിട്ടി, ഒരെണ്ണം ചത്തുപോയി, ബാക്കി 5 കുഞ്ഞുങ്ങളെ കിട്ടി. അപ്പം ഞങ്ങൾക്ക് എല്ലാം നല്ലപോലെ പാപ്പമൊക്കെ കുടിപ്പിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതുതന്നെ നമ്മുടെ സാറയുടെ അതിഗംഭീരമായ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോസ് നമ്മൾ കണ്ടില്ല, കുറച്ച് പ്രശ്നമായിരുന്നു കേട്ടോ. ഇത് സംഭവമാണ് കേട്ടോ ഡെലിവറി എന്ന് പറഞ്ഞാൽ. പാവം സാറയുടെ പിള്ളേരോട് സുഖമായിട്ടിരിക്കുന്നു ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മുടെ സാർക്ക് ശരിക്കും പറഞ്ഞ നിലയിൽ 6 കുഞ്ഞുങ്ങളുണ്ടായി. ആദ്യത്തെ കുഞ്ഞുണ്ടായത് കുറച്ച് നേരം അവിടെ വന്ന് ഇങ്ങനെയായിരുന്നു. എനിക്ക് അറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന്. വല്ലാത്തൊരു ട്രാജഡി പോലെ ആയിപ്പോയി, ആ ടെൻഷനായിപ്പോയി. അപ്പോൾ അതങ്ങ് ചത്തുപോയി. ഭയങ്കര സങ്കടമായിരുന്നു. എന്നാ ചെയ്യാൻ, നമുക്കിപ്പം വിധിയില്ലെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ബാക്കിയുള്ള എല്ലാ പപ്പീസും എല്ലാം സുഖമായിട്ടിരിക്കുന്നു. അതുങ്ങൾ നല്ല സുന്ദരികളായിട്ട് നമുക്ക് നോക്കി കെയർ ചെയ്ത് പാലൊക്കെ കുടിപ്പിച്ച് നോക്കിയെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതെൻ്റെ സാറയും കുഞ്ഞുങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ സാറയുടെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ രാജിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സാറയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ സാറേയും കുഞ്ഞുങ്ങൾ അതേ സുഖമായിട്ടിരിക്കുന്നു. പാപ്പമൊക്കെ കുറ്റോണ്ടിരിക്കുവാനേ. ചാടോ സാറ ഭയങ്കര ടയേർഡാണ്. സാറയ്ക്കൊരു ബോധമില്ല. കുഞ്ഞുങ്ങളെല്ലാം മത്സരിച്ച് പാപ്പച്ചിയൊക്കെ കുറ്റോണ്ടിരിച്ചു. ഒരെണ്ണം പോയത് ഈ ഒരു സെയിം ഡാർക്ക് കളറായിരുന്നു. ഈ കളറൊക്കെ അങ്ങ് മാറും. ഈ കളർ മാറിയിട്ട് ഈ ഒരു കളറിലോട്ട് വരും. ഇവർക്ക് ഇപ്പോഴത്തെ ഈ കളർ നമുക്ക് വേണ്ട, ഇത് വലുതാണ്. നോർമലി ഈ ഒരു കളർ വരാനാണ് സാധ്യത കൂടുതൽ. പിന്നെ ഈ ഡാർക്കിന് ഒരിച്ചിരി ഡാർക്ക് കൂടുതലുണ്ട്. അപ്പോൾ ഇതൊരു ഈ ഒരു കളറൊക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുങ്ങളെ നോക്കുക, ഇതുങ്ങളെ കറക്റ്റ്
അവർക്ക് ആവശ്യമുള്ള കെയറിങ് കൊടുക്കുക, ഫുഡ് കൊടുക്കുക, ഇതൊക്കെ ഒരു ടാസ്ക്കാണ്. അപ്പോൾ കണ്ടില്ലേ സാറയുടെയും എൻ്റെയും ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ നല്ല സേഫായിട്ട് സേഫായിട്ട് അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അവർക്ക് ആവശ്യത്തിന് കെയറിങ് മാത്രമല്ല ഫുഡും കാര്യങ്ങളും അവരുടെ കാര്യങ്ങളെല്ലാം നല്ലപോലെ റൂമിലിട്ട് വളർത്താനല്ല ഞാൻ വിചാരിക്കുന്നത്. പുറത്തിൽ നമുക്ക് വേറൊരു സെപ്പറേറ്റ് റൂമുണ്ട്, അവിടെ വളർത്തി വളർത്തണമെന്നാണ് വിചാരിക്കുന്നത്. വളർന്ന് വരുമ്പം ഓട്ടോമാറ്റിക്കലി ഒരു സ്മെൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു അവിടെ കുറച്ച് സെറ്റപ്പ് ചെയ്യാനുണ്ട്. അതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല.